മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, കൊല്ലുവാനുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പ് നിൽക്കുന്ന കുഞ്ഞാടുപോലെ അവൻ മൗനം പാലിച്ചു. താഴ്മ നിമിത്തം വായി തുറന്നില്ല. യേശു ക്രിസ്തു മരിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സ്വന്തം പാപത്തിനു വേണ്ടിയല്ല, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാപക യോഹന്നാൻ ആരെ കാണിച്ചു കൊടുത്തു? ആ ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമർപ്പിക്കുവാൻ കടന്നു വന്നവനാണ്. കടന്നുപോക്കലിൻ്റെ പെരുന്നാൾ സമുചിതമായി ആഘോഷിച്ച് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന യേശു പിറ്റേ ദിവസം കാൽവരിയിൽ അർപ്പിക്കുവാൻ പോകുന്ന ആ ബലി മുന്നിൽ കണ്ടുകൊണ്ട്, തൻ്റെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെല്ലാം കണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്നത്. മാനുഷികമായ രീതിയിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണുകയാണ്. വേദനയുടെ തീവ്രതയാണ് അവിടെ നാം കാണുന്നത്. ശരീരത്തിലെ ജലാംശമൊക്കെ നഷ്ടപ്പെടുന്നു. രോമകൂപങ്ങളിലൂടെ രക്തം പൊടിഞ്ഞു വരുന്ന ഒരു സാഹചര്യം. അത്രയേറെ വേദന അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവർ ഉറങ്ങുകയാണ്. 1 മണിക്കൂർ നേരമെങ്കിലും എന്നോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്ന് അവരോട് ചോദിക്കുന്നു. വീണ്ടും അവിടുന്ന് അകലെയായി മാറി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എപ്പോഴും അവിടുന്ന് തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള തത്രപ്പാടിലായിരുന്നു. യേശു തമ്പുരാനിൽ നിന്നും ആ പാനപാത്രം പരമപിതാവ് മാറ്റിക്കൊടുക്കുന്നില്ല. അതിന് പകരമായി ആ പാനപാത്രം സ്വീകരിക്കുവാനുള്ള ശക്തി നൽകുകയാണ്. ദൈവദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിക്കുന്നതായി കാണുകയാണ്. വീണ്ടും ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നപ്പോൾ അവരുറങ്ങുകയാണ്. ആത്മാവോ ഒരുക്കമുള്ളത്, ശരീരം ബലഹീനമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരോട് പറയുകയാണ്, വരുവിൻ നമുക്ക് പോകാം. അങ്ങനെ തൻ്റെ ദൗത്യം നിറവേറ്റുവാൻ പോകുന്ന സമയമായപ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ പീലാത്തോസ് സൻഹെദ്രിൻ സംഘത്തിൽ നിന്നും യഹൂദ നേതാക്കന്മാരിൽ നിന്നും ഒക്കെ പണം സ്വരൂപിച്ചുകൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായി വരികയാണ്. ഒറ്റിക്കൊടുക്കുവാൻ തൻ്റെ അടുത്തേക്ക് വരുന്ന യൂദാസിനെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് യേശു അവനെ സ്വീകരിക്കുകയാണ്. തന്നെ ഒറ്റിക്കൊടുക്കുവാൻ വരുന്നവനെ പോലും സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് ശത്രുവും തൻ വഴിയെ വന്നാൽ ഭവനെ വന്നാൽ അവനെ വഴിപോലെ സൽക്കരിക്കണം എന്നുള്ള ഉന്നതമായ ഒരു ലക്ഷ്യം ജീവിതത്തിൽ വെച്ചുകൊണ്ട് ഈ യൂദാസിനെ സ്വീകരിക്കുന്ന യേശുവിനെ നാം കാണുന്നു. യൂദാസ് ഗുരുവേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ചുംബിക്കുകയാണ്. ഉടനെ തന്നെ യേശുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അവിടുത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോകുന്നു. കയ്യാഫാസും സൻഹെദ്രിൻ സംഘവും ഒക്കെ അവീതമായ ഒരു ബന്ധത്തിലായി മാറിയിരിക്കുന്നു. യേശുവിനെ വിചാരണ ചെയ്യുന്നത് രാത്രിയിലാണ്. സാധാരണ അവരുടെ രീതി അനുസരിച്ച്, നിയമമനുസരിച്ച് പകൽ സമയത്താണ്. ഇത് രാത്രിയിൽ തന്നെ വിചാരണ ചെയ്യുകയാണ്.
പീലാത്തോസിൻ്റെ അടുത്തേക്ക് പോകുന്നു, കയ്യാഫാസിൻ്റെ അടുത്തേക്ക് പോകുന്നു, അന്നാസിൻ്റെ അടുത്തേക്ക് പോകുന്നു. ശത്രുക്കളെല്ലാം മിത്രങ്ങളായി മാറുകയാണ് യേശുവിനെ പൊതുശത്രുവായി കണ്ടുകൊണ്ട്. എന്നിട്ട് ദൈവദൂഷണം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റമാരോപിച്ചുകൊണ്ട് ഇവനെ കുരിശിക്കുക എന്നുള്ള വിധിവാചകം പുറപ്പെടുവിക്കുകയാണ്. പീലാത്തോസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ പോലും പത്രോസ് മാറി നിൽക്കുകയാണ്. വേലക്കാർ പറയുന്നു ഇവനും അവൻ്റെ ശിഷ്യനാണെന്ന്. പത്രോസ് പറയുകയാണ് ഞാനവനെ അറിയുന്നില്ല. അവിടുത്തെ പടയാളികളുടെ മുമ്പിൽ, വേലക്കാരുടെ മുമ്പിൽ ഒക്കെ വീണ്ടും വീണ്ടും തള്ളിപ്പറയുകയാണ്. അപ്പോൾ കോഴി കൂവി യേശു പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വാർക്കുവാൻ തുടങ്ങി. അത് നിലയ്ക്കാത്ത ഒരു പ്രവാഹം പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ പീലാത്തോസ് വിധിക്കുമ്പോൾ ഈ മനുഷ്യരിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുന്ന പീലാത്തോസിനെ നാം കാണുകയാണ്. എന്നാൽ ഇവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജനം ആർത്തട്ടഹസിക്കുകയാണ്. കുറ്റമില്ലാത്തവനെ കുരിശിൽ തറയ്ക്കുവാൻ വിട്ടുകൊടുത്ത ഒരു വിധി, കുറ്റമില്ലാത്തവനെ ശിക്ഷിച്ച ഒരു ചരിത്രം അന്നു മുതൽ ആരംഭിച്ചിട്ടുള്ള ചരിത്രമാണ്. മനുഷ്യൻ്റെ വിധികൾക്ക് പരിധികളും പരിമിതികളും പരാധീനതകളുമുണ്ട്. അതിനപ്പുറമായിട്ട് യേശുവിനെ മരണത്തിന് വിധിക്കുകയാണ്. കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കുന്നു, പരിഹാസ വസ്ത്രം ധരിപ്പിക്കുന്നു, മുഖത്ത് തുപ്പലേർക്കുന്നു, തലയിൽ മുൾക്കിരീടം ധരിപ്പിച്ച് ഒരു ഞാങ്ങണ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് ഇതാ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിക്കുകയാണ്. കൊല്ലുവാനുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ അവനെ കൊണ്ടുപോവുകയാണ്. കാൽവരിമലയിലേക്കുള്ള ജൈത്രയാത്ര, ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് ഗോഗൽത്താമലയിലേക്കുള്ള യാത്ര, തൻ്റെ വാത്സല്യ അമ്മയെ കാണുന്നു. വേദനയുടെ വാളാൽ ഹൃദയം പിളരുകയാണ്. മകൻ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അമ്മ മകനെ അനുഗ്രഹിച്ചയക്കുകയാണ്, അനുധാപനം ചെയ്യുകയാണ്. കുരിശോടുകൂടി അവിടെ നിന്ന് 3 പ്രാവശ്യം നിലത്ത് വീഴുന്നു. ആ വീഴ്ചയിലൂടെ ഈ ലോകത്തെ രക്ഷിക്കുവാൻ കടന്നു വന്നവൻ സ്വന്തം വേദനകളും യാതനകളുമൊക്കെ വഹിച്ചുകൊണ്ട് ധൈര്യമായി ദൗത്യം നിറവേറ്റുവാൻ മുമ്പോട്ട് പോവുകയാണ്. കൗരൻകാരൻ ശമോൻ വരുന്നു, അവനെ കുരിശ് ചുമക്കുവാൻ നിർബന്ധിക്കുന്നു. അപമാനമായ കുരിശിനെ ചുമക്കുവാൻ നിർബന്ധിക്കപ്പെട്ടുവെങ്കിലും അതൊക്കെ അവൻ അനുഗ്രഹീയമായി മാറുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. കുരിശ് വഹിക്കുമ്പോൾ അതിൻ്റെതായ ഭാരവും അതിൻ്റെതായ ക്ഷീണവും അതിൻ്റെതായ അപമാനവും ഒക്കെ ഉണ്ട് എന്ന് വരികിലും അത് എത്രത്തോളം അനുഗ്രഹമാണ് എന്നുള്ളത് ജീവിതത്തിൽ മറക്കുവാൻ പാടില്ല എന്നുള്ളതാണ് കൗരൻകാരൻ ശമോൻ ലഭിച്ച അനുഗ്രഹം. ഭക്തയായ വെറോനിക്ക അവിടുത്തെ മുഖം തുടയ്ക്കുന്നു. മുൾമുടിയേറ്റു വാങ്ങിയ മുഖം, മുറിവുകളാലുണ്ടായ മുഖം, വിരൂപമാക്കപ്പെട്ട മുഖം. ഭക്തയായ വെറോനിക്ക എന്ന സ്ത്രീ ഒന്നും ഒരു പ്രതിബന്ധമല്ല, ആരെയും ഭയപ്പെടാതെ ധീരതയോടെ വന്ന് തമ്പുരാൻ്റെ മുഖം തുടയ്ക്കുന്നു. ആ മുഖത്തിന് തുടച്ച തുവാലയിൽ യേശുവിൻ്റെ മുഖം പതിയുകയാണ്. ഇതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്നുള്ളത്. മറ്റുള്ളവർക്ക് സ്നേഹത്തോടുള്ള ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അതിലൂടെ നാം എടുക്കുന്ന ത്യാഗം, ധീരത, പ്രവർത്തനങ്ങൾ ഒക്കെ തമ്പുരാൻ്റെ മുഖം അവരിൽ ദർശിക്കുവാൻ, അവർക്ക് നമ്മിൽ ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യമായി മാറുകയാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ജെറുസലേം പട്ടണത്തിലെ സ്ത്രീകൾ കരയുന്നു. അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് ജെറുസലേം പുത്രിമാരെ, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവനെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കുടുംബത്തെക്കുറിച്ച്, അവരെക്കുറിച്ച്, അവരുടെ മക്കളെക്കുറിച്ച്, അവർ മക്കളെപ്പോലെ താലോലിക്കുന്ന അവരുടെ പഴക്ക വഴക്കങ്ങളെക്കുറിച്ച്, സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യം നൽകിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളെ ഓർത്ത് നിങ്ങൾ കരയുക, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക, എന്നെ ഓർത്ത് കരയേണ്ട എന്ന്. അവിടുന്ന് കാൽവരി മലയിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റെ കൈകാലുകൾ ബന്ധിക്കുന്നു, തൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുകയാണ്.
ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട രക്തക്കറകളാൽ നിറയപ്പെട്ട ആ വസ്ത്രം ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞു മാറ്റുമ്പോൾ കുഞ്ഞാട്ടിൻകുട്ടിയുടെ തോല് ഉരിഞ്ഞെടുക്കുന്നത് പോലെയുള്ള ഒരനുഭവമായിട്ടാണ് അതിനെ വിവരിക്കുന്നത്. അങ്ങനെ ആ ശരീരം കുരിശിൽ കിടത്തി കൈകാലുകൾ ആണികളാൽ തറയ്ക്കപ്പെടുന്ന ആ സാഹചര്യം, ആ ശബ്ദം ഇന്നും മുഴങ്ങിക്കേൾക്കുകയാണ്. കാൽവരി മലയുടെ നെറുകയിൽ മരക്കുരിശിൽ അവിടുത്തെ ഉയർത്തുന്നു. കാൽവരിയിലെ കരളലിയിക്കുന്ന കാഴ്ച കണ്ണുനീരിൻ്റെ മറവിലൂടെ അല്ലാതെ അതാർക്കും കാണുവാൻ കഴിയുകയില്ല. യേശു തമ്പുരാൻ ആ കുരിശിൽ കിടന്നുകൊണ്ട് നന്ദിഹീനയായ ജെറുസലേമിനെ ശപിക്കുകയല്ല, അനുഗ്രഹിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശത്രുസ്നേഹത്തിൻ്റെ മാഹാത്മ്യം, ക്രൂശിച്ചവരോട് നിരുപാധികമായി ക്ഷമിച്ചുകൊണ്ട് അവരോട് കാണിക്കുന്ന ഔദാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് കുരിശൻ ചുവട്ട് നിൽക്കുന്ന തൻ്റെ വാത്സല്യ അമ്മയും സ്നേഹത്തിൻ്റെ ശിഷ്യനെയും കാണുന്നു. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. അമ്മയെ സ്നേഹത്തിൻ്റെ ശിഷ്യനും സ്നേഹത്തിൻ്റെ ശിഷ്യനെ അമ്മയ്ക്കും വരവേൽപ്പിക്കുന്നു. താൻ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുമ്പോൾ തൻ്റെ സ്ഥാനം സ്നേഹത്തിൻ്റെ ശിഷ്യനിലൂടെ അമ്മയ്ക്ക് നൽകുകയാണ്. അമ്മയുടെ സ്നേഹം, താൻ ആസ്വദിച്ച സ്നേഹം സ്നേഹത്തിൻ്റെ ശിഷ്യൻ നൽകുവാൻ വരവേൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പങ്കുവയ്ക്കൽ കൂടി അവിടെ നടന്നുകൊണ്ട് തൻ്റെ കുരിശുമരണത്തിൽ വളരെ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരെ പരിഗണിക്കുകയാണ്. കുരിശനിൽ വലതുവശത്തും ഇടതുവശത്തും തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായ കള്ളന്മാരിൽ ഇടതുഭാഗത്തെ കള്ളൻ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക, എന്നെയും ഞങ്ങളെയും ഒക്കെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ വലതുഭാഗത്തെ കള്ളൻ പറയുകയാണ്, നീ എന്താണ് പറയുന്നത്? ഇവൻ നിഷ്കളങ്കരായ മനുഷ്യൻ, അവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മളൊക്കെ കുറ്റക്കാരാണ്, നമ്മളൊക്കെ ഈ നിലയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ പറയാൻ സാധിക്കും നിനക്ക്? അതുകൊണ്ട് യേശുവിനോട് പറയുകയാണ്, അങ്ങ് സ്വർഗരാജ്യത്തിലെത്തുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഉടനെ അവന് സമ്മാനം കൊടുക്കുകയാണ്. അവൻ്റെ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടി പർദീസായിൽ ആയിരിക്കും. നല്ല കള്ളന് സ്വർഗം വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മുടെ കുറവുകളെയെല്ലാം അതിനതീതമായി കാണുന്നവനായ ദൈവം അവന് സ്വർഗ സൗഭാഗ്യം വാഗ്ദാനം ചെയ്യുന്നു. എത്ര വലിയ അനുഗ്രഹമാണ് അവന് ലഭിക്കുന്നത്. വീണ്ടും അവിടുന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. ആ ദാഹമെന്ന് പറയുന്നത് നിശ്ചയമായും ശാരീരികമായ ദാഹമുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഗതസമയം തോട്ടം മുതൽ പീലാത്തോസിൻ്റെ അരമനയിലും കയ്യാഫാസിൻ്റെയും അന്നാസിൻ്റെയും ഒക്കെ അടുത്ത് മാറ്റി മാറ്റി കൊണ്ടുപോയി വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യം, ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട് മുൾക്കിരീടം ധരിപ്പിക്കപ്പെട്ട് പരിഹാസ രാജാവായി അവിടുത്തെ നിന്ദിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ചാട്ടവാറടിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് കടന്നു വരുന്ന അവിടുന്ന് കുരിശിനോട് വീഴുന്ന സാഹചര്യങ്ങളിൽ അവിടെ മലയിൽ എത്തിക്കഴിയുമ്പോൾ ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ തീർച്ചയായും അതിനർത്ഥമുണ്ട്. മാനുഷികമായി ആത്മീയമായ ഒരു ദാഹം, എല്ലാ ജനത്തെയും വീണ്ടെടുക്കുവാൻ കടന്നു വന്ന ആ ദൈവപുത്രൻ്റെ ദാഹം എത്ര വലുതാണ് എന്നുള്ളത്, എല്ലാവരെയും രക്ഷിക്കുവാനുള്ള ദാഹം, എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ദാഹം അവിടത്തേക്കുണ്ടായിരുന്നു. അവിടത്തേക്ക് കയ്പ് കലർന്ന വിനാഗിരിയാണ് കൊടുത്തത്. വീണ്ടും അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പരമപിതാവിനോട് ചോദിക്കുകയാണ്. സ്വാഭാവികമായി തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ദൈവം പോലും കൈവിട്ടല്ലോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിൽ ഉണ്ടായി എന്നുള്ളത് തികച്ചും മാനുഷികമായ ഒന്നായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ദൈവം പോലും എന്നെ കൈവിട്ടോ എന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ വാക്കുകളിലൂടെയൊക്കെ നാം പ്രകടിപ്പിച്ചുണ്ടാകാം. എന്നാൽ ഇവിടെ യേശു തമ്പുരാൻ തന്നെ പരമപിതാവ് കൈവിടുന്നില്ല എന്ന് അനുഭവിക്കുകയാണ്. താനത് പറഞ്ഞു എങ്കിലും പരമപിതാവ് തന്നെ താങ്ങിപ്പിടിക്കുന്നതായും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നതുമായ ആ അനുഭവം ഏറ്റുവാങ്ങിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഇതാ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വീരോചിതമായ ഒരു മരണം കൈവരിക്കുവാൻ അവിടത്തേക്ക് കഴിയുകയാണ്. മൃതശരീരങ്ങൾ കുരിശിൽ കിടക്കുവാൻ പാടില്ല സാബത്തിൽ. അതുകൊണ്ട് സാബത്തിന് മുമ്പ് അത് കുരിശിൽ നിന്ന് മാറ്റപ്പെടണം. മറ്റുള്ളവരുടെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ
അവരുടെ കണങ്കാലുകൾ അടിച്ച് തകർത്തുകൊണ്ട് അവരെ ഇനിയും ചലനമറ്റവരാക്കി മാറ്റുവാനുള്ള ഒരു പരിശ്രമം നടത്തുന്നു. യേശു തമ്പുരാൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു, അവൻ്റെ കണങ്കാലുകൾ തകർക്കപ്പെടുകയില്ല എന്ന പ്രവചനം അവിടെ അന്വർത്ഥമാവുകയാണ്. എങ്കിലും പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് വിലാവിൽ കുത്തുകയാണ്. ആ മുറിവിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകി. ആ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, രക്തത്താൽ ശക്തീകരിക്കപ്പെടുവാൻ അനുഗ്രഹത്തിൻ്റെ 7 നീരുറവകൾ കാൽവരിമലയുടെ നെറുകയിൽ നിന്ന് തൻ്റെ വിലാവിൽ കുത്തപ്പെട്ട ആ മുറിവിൽ നിന്ന് ഒഴുക്കിത്തരികയാണ്. അനുഗ്രഹത്തിൻ്റെ കൂദാശകളായ വിശുദ്ധ രഹസ്യങ്ങൾ നമുക്കവിടുന്ന് പകർന്നു തരികയാണ്. മനുഷ്യകുലത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, ശക്തീകരിച്ചുകൊണ്ട്, ദൈവികമായ കൃപയ്ക്ക് മേൽ നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മെ പരിപാലിക്കുകയാണ്. അങ്ങനെ ഉദാത്തമായ ഒരു മരണം കൈവരിക്കുവാൻ കഴിഞ്ഞ ആ സാഹചര്യത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോഴും തന്നെ ക്രൂശിച്ചവരോട് നിരുപാധികമായി ക്ഷമിച്ചുകൊണ്ട് നല്ല കള്ളന് സ്വർഗം വാഗ്ദാനം ചെയ്ത അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് നമ്മോട് ക്ഷമിക്കുന്ന ആ തമ്പുരാനെയാണ് നമ്മൾ കാണുന്നത്. ആ രക്തത്താൽ നമ്മെ അവിടുന്ന് ശുദ്ധീകരിക്കുന്ന ഒരനുഭവം, വെള്ളത്താൽ ശുദ്ധീകരിക്കുകയും രക്തത്താൽ ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരനുഭവം കൂദാശകളിലൂടെ പ്രാപിക്കുവാൻ തൻ്റെ മക്കൾക്ക് അവിടുന്ന് അവസരം നൽകുകയാണ്. എല്ലാം പൂർത്തിയായി. അവിടുത്തെ ശരീരങ്ങൾ കുരിശിൽ കിടക്കുവാൻ പാടില്ല. പീലാത്തോസിൻ്റെ അനുവാദം വാങ്ങി അരിമത്യാക്കാരൻ യൗസേപ്പും നിക്കോദെമോസും രണ്ടുപേരും യഹൂദ പ്രമാണിമാരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവർ രണ്ടുപേരും കൂടി യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി യഹൂദരുടെ ആചാരമനുസരിച്ചുള്ള ഒരു ശവസംസ്കാരം നടത്തുകയാണ്. ജനിച്ചപ്പോൾ സ്വന്തമായ സ്ഥലമില്ലാത്തവൻ, മരിക്കുമ്പോൾ മരക്കുരിശിൽ തൂങ്ങി മരിച്ചവൻ, അടക്കം ചെയ്യപ്പെടുവാൻ സ്ഥലമില്ല, മറ്റൊരുത്തിനു വേണ്ടി തയ്യാറാക്കിയ കല്ലറയിലാണല്ലോ അരിമത്യാക്കാരൻ യൗസേപ്പും നിക്കോദെമോസും കൂടെ കൊണ്ടുപോയി അടക്കിയത്. ആ കല്ലറയിലെ ശവസംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു, ഈ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ പുനരുത്ഥാനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തണമെന്ന് പീലാത്തോസിൻ്റെ അടുത്ത് പോയി പറയുകയാണ്. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്കതിന് കാവൽക്കാരുണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കൊള്ളുക. ശക്തമായ ഒരു റോമൻ പട്ടാളം ആ കല്ലറയ്ക്ക് കാവൽ കിടക്കുകയാണ്. കല്ലറയുടെ മുകളിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വയ്ക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇനി ഒരിക്കലും അവൻ പുറത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിൽ അവർ അവിടുത്തെ അടക്കം ചെയ്ത ഒരു സാഹചര്യത്തിൽ അരിമത്യാക്കാരൻ യൗസേപ്പും നിക്കോദെമോസുമൊക്കെ തങ്ങളുടെ കടമകൾ നിറവേറ്റിക്കൊണ്ട് റോമൻ പട്ടാളം ആ കല്ലറയ്ക്ക് കാവൽ കിടത്തുന്നു, വലിയ കല്ലുരുട്ടി വയ്ക്കുന്നു. പക്ഷേ ഈ നിക്കോദെമോസും അരിമത്യാക്കാരൻ യൗസേപ്പും അവരുടെ കടമകൾ നിറവേറ്റിക്കൊണ്ട് പോകുന്ന ഒരു പശ്ചാത്തലം. ഇന്ന് എവിടെയാണ് യേശുവിനെ അടക്കം ചെയ്യപ്പെടേണ്ടത്? യേശുവിനെ അടക്കം ചെയ്യപ്പെടേണ്ടത് കല്ലറകളിലല്ല, നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ കല്ലറയുണ്ടാക്കി അതിലാണ് യേശു തമ്പുരാൻ വസിക്കേണ്ടത്. ആ കല്ലറയിൽ അവിടുന്ന് വസിക്കുന്നിടത്തോളം നാമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുകയാണ്. അവിടുന്ന് പാതാളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്ര ഉന്നതത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്നുവോ അതിൻ്റെ അഗാധത്തിലേക്ക് തന്നെ താഴ്ത്തി ഇറങ്ങിച്ചെല്ലുന്ന യേശു തമ്പുരാൻ രക്ഷയുടെ സുവിശേഷം പാതാളത്തിലുള്ള പരേതർക്കും കൂടി നൽകുന്ന ഒരനുഭവത്തിലേക്ക് മാറുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ദുഃഖവെള്ളിയാഴ്ച ഒരു നല്ല വെള്ളിയാഴ്ചയായിട്ട് മാറിയത് എന്തുകൊണ്ടാണ്? ഒരു വിപ്ലവകാരിയുടെ മരണമാണ്, ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ മരണമാണ്, ഒരത്ഭുത പ്രവർത്തകൻ്റെ മരണമാണ്? അല്ല, ഒരു ദൈവപുത്രൻ്റെ മരണമാണ്. ആ ദൈവപുത്രനിൽ ദരിദ്രരോട് സുവിശേഷം അറിയിച്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകിയ, രോഗികൾക്ക് സൗഖ്യം നൽകിയ, സാമൂഹികമായ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച
ഒരു വ്യക്തിത്വത്തെ നാം കാണുന്നുണ്ട്. എന്നാൽ അത് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. അവൻ മരിച്ചപ്പോൾ അവൻ്റെ കുരിശിൽ അവരൊരു വാചകം എഴുതി വച്ചു. യഹൂദന്മാരുടെ രാജാവായ യേശു ക്രിസ്തു, INRI, യേസൂസ് നാസറേനൂസ് യൂദയോരും റോമ. യൂദയോരും റെക്സ് റേറും, രാജാവ്. യഹൂദന്മാരുടെ രാജാവായ യേശു ക്രിസ്തു, ജീസസ് ഓഫ് നാസറേത്ത്, കിങ് ഓഫ് ദ ജ്യൂസ് എന്ന് എഴുതി വയ്ക്കുകയാണ്. ആ വാചകം ഇന്ന് നാം അനുസ്മരിക്കുമ്പോൾ ഒരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദുഃഖവെള്ളിയില്ലാത്ത ഒരു പുനരുത്ഥാനം നമുക്കില്ല. ആ തമ്പുരാനെ ഇന്ന് അടക്കം ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുവെന്ന് വരികിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ അനുഗ്രഹം, സാന്ത്വനം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് ഈ ദുഃഖവെള്ളി വെളിപ്പെടുത്തുന്നത്. അത് ദൈവപുത്രൻ്റെ മരണമായി സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ അനുഭവമായി മാറ്റുവാൻ, സകല ജനത്തെയും തൻ്റെ മരണത്തിലൂടെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞതിനാൽ അതൊരു നല്ല വെള്ളിയായിട്ട് മാറുകയാണ്. ഇന്ന് മിഷണറിമാരൊക്കെ ക്രൂരമായി വധിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ദുഃഖവെള്ളിയുടെ അനുഭവം ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. ചുടുചോര ഒഴുക്കുന്ന ആ ഒരു പശ്ചാത്തലങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പീലാത്തോസിൻ്റെ മുറ്റത്ത് കേട്ട ആ ശബ്ദം, അവനെ കൊല്ലുക, ഇന്ന് പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും അരങ്ങേറിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ള സത്യം നമുക്ക് വിസ്മരിക്കുവാനാവില്ല. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ പ്രിയ സഹോദരങ്ങളെ, എല്ലാ മരണങ്ങൾക്കും അർത്ഥം നൽകുന്നത് തമ്പുരാൻ്റെ മരണമാണ്. അല്ലായെങ്കിൽ ആ മരണം ഒരു ശിക്ഷയായി മാറുമായിരുന്നു. മനുഷ്യ ചരിത്രം എന്നേക്കുമായി തിരുത്തി എഴുതപ്പെട്ട ദിനം കൂടിയാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. നരകശിക്ഷയ്ക്ക് അർഹരായ മനുഷ്യകുലത്തിൻ്റെ വിധിവാചകം തിരുരക്തം കൊണ്ട് തിരുക്കുമാരൻ തിരുത്തി എഴുതിയ ദിവസമാണ് ഈ ദുഃഖവെള്ളി. കയ്യാപ്പാസിനെ പോലെയുള്ള ആളുകൾ, പീലാത്തോസിനെ പോലെയുള്ള ആളുകൾ, യൂദാസിനെ പോലെയുള്ള ആളുകൾ ഇന്നും സമൂഹത്തിൽ കാണുന്നുണ്ട്. നട്ടെല്ലില്ലാതെ പ്രവർത്തിക്കുന്ന നേതൃത്വം നമ്മുടെ സമൂഹത്തിൽ നാം കാണുകയാണ്. അങ്ങനെയുള്ള നേതൃത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ സത്യം ക്രൂശിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒരു മടിയും കൂടാതെ ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവരിമലയിലേക്ക് യാത്ര നടത്തുന്ന യേശു തമ്പുരാൻ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുവാൻ കഴിഞ്ഞ വ്യക്തിത്വങ്ങളെയും നാം അവിടെ കാണുന്നുണ്ട്. കുരിശൻ ചുവട്ട് നിന്നുകൊണ്ട് ശതാധിപൻ വിളിച്ചു പറയുകയാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ് എന്ന്. അത്ര വലിയൊരു അനുഭവമാണ് അവനുണ്ടായത്. പ്രിയ സഹോദരങ്ങളെ, സത്യം ക്രൂശിക്കപ്പെടുമ്പോഴും അത് ദൈവപുത്രനാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് സീസറല്ലാതെ മറ്റ് രാജാവില്ല എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ, ദൈവത്തെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ ദൈവമായി കാണുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കാണുന്നവൻ അപ്പനായി മാറുന്ന ഒരവസരം. തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാരോ അവരാണ് തങ്ങളുടെ അഴിമതികൾക്കും അക്രമങ്ങൾക്കും ധൂർത്തിനും അനാചാരത്തിനുമൊക്കെ കൂട്ടുനിൽക്കുന്നവരെ സ്വന്തമായി കാണുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിട്ടാണ് ദൈവം തമ്പുരാൻ നമ്മുടെ ഇടയിൽ തൻ്റെ മരണം കൈവരിച്ചത് എന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതാനും ദശകങ്ങൾക്കുള്ളിൽ ഈ ജെറുസലേമെല്ലാം ആക്രമിക്കപ്പെടുകയും അവിടുത്തെ
രാജാക്കന്മാരായിരുന്ന ആളുകളെയൊക്കെ നിഷ്കാസനം ചെയ്ത ഒരു പശ്ചാത്തലം നാം കാണുന്നുണ്ട്. പീലാത്തോസും കയ്യാപ്പാസും ഒക്കെ നിഷ്കാസിതരായി മാറുന്ന, അവരുടെ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് പടിയിറങ്ങുന്നതായ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അഴിമതിക്കും ക്രൂരതയ്ക്കും പേരുകേട്ട ഭരണാധികാരിയായിരുന്നുവല്ലോ പീലാത്തോസ്. കുറ്റമില്ലാത്തവനെ ശിക്ഷിച്ച പീലാത്തോസ് ഇന്നും ആ വിധിവാചകങ്ങളൊക്കെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള പീലാത്തോസുമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള സത്യവും നമുക്ക് വിസ്മരിക്കുവാനാവില്ല. എന്നാൽ ക്രൂരതയ്ക്കും അഴിമതിക്കും കുപ്രസിദ്ധമായ കയ്യാപ്പാസും പീലാത്തോസുമൊക്കെ ഒന്നിച്ചേർന്ന് കുറ്റവാളിയായ ബറാബാസിനെ ശിക്ഷിക്കണമെന്നും യേശുവിനെ വിട്ടയക്കണമെന്നുമൊക്കെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ജനതയുടെ ആ ഒരു ആരവം കേട്ടുകൊണ്ട് അതിന് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ നേതൃത്വ നിര എത്ര അപലപനീയമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചതെന്നും അന്ന് കുപ്രസിദ്ധനായ ബറാബാസിനെ വിട്ടുകൊടുക്കുകയും യേശുവിനെ ക്രൂശിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലവും നാം കാണണം. ഇനിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യഹൂദരുടെ എതിർപ്പിനെ തുടർന്ന് സീസർ പീലാത്തോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. യൂദാസിന് പറ്റിയ അനുഭവം എന്താണ്? കൂടെ നടന്നവൻ, ഒന്നിച്ച് ഭക്ഷിച്ചവൻ, അവൻ്റെ ജീവിതചര്യകളെയെല്ലാം ശരിക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞവൻ 30 വെള്ളിക്കാശിന് വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വന്നിരിക്കുകയാണ്. പെസഹ അത്താഴത്തിൽ അപ്പം മുറിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞ യേശു തമ്പുരാൻ അപ്പം മുക്കി ആർക്ക് കൊടുത്തുവോ അവൻ അത് സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. നിറവേറ്റുവാനുള്ളത് നിറവേറ്റുക എന്ന് പറഞ്ഞ് അവനെ അയക്കുന്ന യേശുവിനെ കാണുകയാണ്. അവൻ പോയി 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ സൻഹദ്രീൻ സംഘത്തെയും കൂട്ടിക്കൊണ്ടുവരികയാണ്. യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്. ഡെസ്പെയർ ഈസ് ദ റൂട്ട് കോസ് ഫോർ ഓൾ ഈവിൾ. എല്ലാ തിന്മയുടെയും അടിസ്ഥാനം നിരാശയാണ്. നമ്മുടെ പ്രവർത്തികൾക്ക് തത്തുല്യമായ പ്രതിഫലനമുണ്ടാകും. രക്ഷകൻ ക്രൂശിക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ നമ്മെ വീണ്ടെടുത്തു. ഉന്നതമായ ഉദാത്തമായ ആ നല്ല വെള്ളി നമ്മുടെ ജീവിതത്തിലെ ദുഃഖവെള്ളികളെ മാറ്റി പ്രത്യാശയുടെ നല്ല വെള്ളികളാക്കി, നല്ല ദിവസങ്ങളാക്കി മാറ്റുവാൻ ഈ ദുഃഖവെള്ളിയാഴ്ച തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.